മഹാപുരുഷരണം. അപ്പോൾ ഞങ്ങൾ യമലിംഗം കഴിഞ്ഞ് മുന്നോട്ട് വന്ന് ഇവിടെ ശ്രീ അഗസ്ത്യ മഹർഷ്യ വാക്യ നാഡി ജ്യോതിഷ നിലയമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ടീ ഷോപ്പുണ്ട് ഈ ഗിരിവല പാതയുടെ അടുത്ത്. ഈ ടീ ഷോപ്പിലൊരു ഗോകുൽ എന്ന് പറഞ്ഞൊരു പയ്യനാണ്, നന്നായിട്ട് ചായ അടിക്കുന്നുണ്ട് കേട്ടോ. അവനെ കാണുന്നില്ല ഇപ്പോൾ. നല്ല ചായ കേട്ടോ. അവൻ 9ാമത്തെ ക്ലാസ്. ഗോകുലെങ്ക അത് ഗോകുൽ തമ്പി. ഉങ്ക പേരെന്നാ തമ്പി? ഒരു ഹൈ കാട്ടുങ്ക. ஹாய். இதுதான் கோகுல். நல்லா சூப்பராக டீ போட்டுருக்கு. யூடியூப் போடுறேங்க. காட்டுங்க, ஹாய் சொல்லுங்க. നല്ല സൂപ്പർ ടീയാ, യൂട്യൂബ് പോടുறாங்க. നന്നായിട്ട് ചായ വെച്ച് കേട്ടോ ആ പയ്യൻ. നല്ല ചായ ആയിരുന്നു. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, അവൻ കല്യാണം കഴിഞ്ഞ് വരുന്ന പെണ്ണിൻ്റെ ഭാഗ്യം ഇത്രയും നല്ല ചായ വെച്ച് കൊടുക്കുന്നു. ഇവിടെ ബോർഡുണ്ട്, കൊകരേക്കൽ ഗിരിവല പാത കാണിക്കുന്നു, ഹൊസൂർ ദൂരം കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു നന്ദീനെ വെച്ചിട്ടുണ്ട്. അതെന്താണ് കാര്യം എന്നറിയില്ല കേട്ടോ. ഗിരിവല പാതയിൽ തുടരുകയാണ്. നമ്മൾ കരിക്ക് കുടിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ വന്ന് ചായ നല്ല സൂപ്പർ ചായയായിരുന്നു. അങ്ങനെ നമുക്കുള്ളത് നേരത്തെ വിധിക്കും. പിന്നെ എൻ്റെ അടുത്താണെന്ന് പറഞ്ഞ് വിധിക്കും. എൻ്റെ അമ്മ പറയാറുണ്ട്. ഞാൻ ലക്ഷദ്വീപിൽ പോണ കാര്യത്തിന് അമ്മയുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഓരോരുത്ത് മണ്ണിൻ്റെയും അരിയുടെയും കടം എവിടെയുണ്ടോ അവിടെയൊക്കെ നമ്മൾ പോകേണ്ടി വരും നമ്മൾ പറയാറുണ്ട്. അതാണ് പടിഞ്ഞാറ് വശമാണ് കേട്ടോ അത് കാണുന്നു. എനിക്ക് തോന്നുന്നു ഉരുൾപൊട്ടിയത് ഇടയ്ക്കിടയ്ക്ക് ഉരുൾപൊട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ മലയിൽ കണ്ടോ. നമ്മൾ ഗിരിവലപ്പാതയിൽ നടക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ യമലിംഗം കഴിഞ്ഞ് ഇനി നിരുതി ലിംഗത്തിലേക്ക് വരും. നമ്മളിപ്പോൾ ഗിരിവലപ്പാത ടേൺ ചെയ്യും തോന്നുന്നു. ഇവിടെയൊക്കെ കച്ചവടമാണ്. ഇവിടെയൊക്കെ റോഡ് പൊളിച്ചിട്ടിരിക്കുക. റോഡ് പണിയുക പൊളിക്കുക, ഇതെല്ലായിടത്തെയും ഒരു കലാപരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വലത്തോട്ട് തിരിയുന്നു. അപ്പോൾ ഇത് തെക്ക് പടിഞ്ഞാറേ മൂലയായിരിക്കും കേട്ടോ. ഇത് അങ്ങോട്ട് മെയിൻ റോഡ് പോകുന്നു, ഗിരിവലപ്പാത കാണുന്നുണ്ട്. ഇവിടെ എന്തോ വർക്കൊക്കെ നടക്കുന്നു. JCB ഒക്കെ വന്നിട്ടുണ്ട്. JCB അല്ലേ അതിന് പറയുന്നത്? അതെ, JCB. അതൊക്കെ വന്ന് എന്തോ കുഴിക്കൽ മാന്തൽ തോണ്ടലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതിലൂടെ മുന്നോട്ട് പോകുന്നു, ഗിരിവലപ്പാതയിലൂടെ മുന്നോട്ട് പോകുന്നു. ഇത് വലംപുരി വിനായകർ ടെമ്പിൾ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിരുന്നു. വലംപിരി ഗണപതിയാണ്. വലംപിരി വിനായകർ കേട്ടോ. വലംപിരി ഇടംപിരിയാണ്. വലംപിരി വിനായകരാണിത്. നമ്മൾ ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇവിടെ പണി നടക്കുന്നതുകൊണ്ട്. എന്നിട്ടും വണ്ടികൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഗിരിവലപ്പാതയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ കൂടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ കുടിനീരുണ്ട്. കുറച്ചൊന്ന് ഇത് ചെയ്യാം. നല്ല കുടിനീരാണോ എന്ന് നോക്കാം. പണ്ടത്തെ ഓർമ്മ വരുന്ന സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ റോഡ് സൈഡിൽ പൈപ്പ് ഉണ്ടായിരുന്നു. പൈപ്പിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല. കുടിനീരെടുക്കട്ട് വാ, വീഡിയോ പോടുങ്ക. പണ്ടത്തെ ഓർമ്മ. കൊള്ളാം, ചെറു ചൂടുണ്ട്. ഇവിടെ ക്യൂ ആയി. കൂട്ടത്തിൽ വന്നവർ കുടിനീര് കുടിക്കാനായിട്ട് ക്യൂ ആയിരിക്കുകയാണ്. റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് കുറച്ചിതായി വണ്ടികൾ പാർക്ക് ചെയ്യുന്നു. ഇതിപ്പോൾ ചെങ്ങം പോകുന്നു. മറ്റേ തിരുവണ്ണാമല ടൗൺ നമ്മൾ വന്നത്. ഡിണ്ടിവനോ അങ്ങനെ കൂടിയാണ് കേട്ടോ. കാലഭൈരവൻ്റെ അതേ കളറുള്ള ഒരുത്തൻ നിപ്പുണ്ട്. കാലഭൈരവൻ്റെ വാഹനം. ഹലോ ഇത് തെക്ക് വശം. ഇതൊക്കെ വിജനമാണ്. ഇപ്പോൾ തണുപ്പ് തുടങ്ങി.
ഫസ്റ്റ് വീഡിയോ ഇട്ടത് 4 മണിക്ക് തുടങ്ങി ആ ഗിരിവലം തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ അപ്ലോഡ് ആയിട്ടില്ല. കാര്യം റേഞ്ച് നടക്കുന്നതുകൊണ്ട് വളരെ കുറവാണെന്ന് തോന്നുന്നു. ജിയോയാണ്, പക്ഷേ കുറവാണെന്ന് തോന്നുന്നു. കാര്യം ഇതാകുന്നില്ല. ഇതിപ്പോൾ നമ്മളിനി ജവലിംഗത്തിൽ നിന്ന് നിരുതി ലിംഗത്തിലേക്ക് വരും. തെക്ക് പടിഞ്ഞാറേ മൂല നിരുതി ലിംഗം. ഇവിടെ വാനരന്മാരുണ്ട്. പാവങ്ങൾ കൈയൊക്കെ തിരുമ്മി ഇത് ചെയ്യണത്. അപ്പോൾ നമ്മളെല്ലാവരും ഗിരിവലത്തിലൂടെ നടക്കുകയാണ്. ഞാൻ സ്ഥൂല ശരീരം വെച്ച് നടക്കുന്നു, നിങ്ങൾ മാനസ ശരീരം മനോമയ കോശം വെച്ച് ഇത് നടക്കുന്നു കേട്ടോ. എല്ലാവരും സങ്കല്പിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, കുടുംബത്തിൽ സത്സന്താന സൗഭാഗ്യം, സമ്പൽ സമൃദ്ധി, എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും അത് പോസിറ്റീവായിരിക്കണം. ചിന്തകൾ പോസിറ്റീവാകണം, അതെല്ലാം നടക്കണം എന്ന് ആഗ്രഹിക്കുക. എല്ലാ കുടുംബത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ, ലോസുമായിട്ടുള്ള ബന്ധത്തിൽ, മരുമക്കൾ, അതുപോലെ കുട്ടികളുടെ അമ്മായിയപ്പൻ അമ്മായിയമ്മ ബന്ധത്തിലൊക്കെ നല്ല ഐക്യമത്യം കെട്ടുറപ്പുണ്ടാകണം. അങ്ങനെ സമൃദ്ധി ഉണ്ടാകണം. സ്നേഹവും സന്തോഷവും ഐക്യമത്യവും കെട്ടുറപ്പുള്ളിടത്താണ് ലക്ഷ്മി വസിക്കുകയുള്ളൂ. ആ ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാകണം എന്ന് സങ്കല്പം ചെയ്യുന്നു. എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങളെല്ലാം, പോസിറ്റീവായ ആഗ്രഹങ്ങളെല്ലാം നടക്കാനായിട്ട് സങ്കല്പം ചെയ്യുന്നു. ഈ ഗിരിവലം, ഈ ചെയ്യുന്ന ഗിരിവലത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും കിട്ടണമെന്ന് അരുണാചലേശ്വരനോട്, പാർവതി പരമേശ്വരനോട് സങ്കല്പം ചെയ്യുന്നു. ഇവിടെ ഐശ്വരേശ്വർ ശ്രീ ഐശ്വരേശ്വർ ടെമ്പിൾ എന്ന് പറയുന്നു. ഡാഗ ഡെവലപ്പേഴ്സ് ഐശ്വരേശ്വർ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലായില്ല. ഐശ്വരേശ്വർ ക്ഷേത്രമാണ് ഗിരിവലപ്പാതയിലുള്ളത്. അപ്പം എല്ലാവരെയും ഇത് ചെയ്തു. നമ്മൾ ഗിരിവലം കണ്ടിന്യൂ ചെയ്യുകയാണ്. ചെറിയ അന്തരീക്ഷം തണുത്തു തുടങ്ങുന്നു കേട്ടോ. സമയം 5:45 ഇപ്പോൾ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കൂടി നമ്മൾ വടക്കോട്ട് സഞ്ചരിക്കുകയാണ് ഗിരിവലപ്പാതയിൽ. പാമ്പലത്തിൽ നിന്ന് തെക്ക് കിഴക്കേ മൂലയിൽ നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു, തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്ന് വടക്കോട്ട് തിരിഞ്ഞ് നമ്മൾ നടക്കുകയാണ്. എല്ലാവരുടെയും തിരുവണ്ണാമലയിൽ വന്ന് ഈ അഗ്നിസ്വരൂപമായ ഈ തിരുവണ്ണാമല ആ ഗിരി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാം കാർമ്മിക്കെല്ലാം അഗ്നി സ്ഫുടം ചെയ്യുന്ന പോലെ, സ്വർണം അഗ്നിസ്ഫുടം ചെയ്യുന്നത് തനി തങ്കമാക്കുന്ന പോലെ എല്ലാം ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി സങ്കല്പം ചെയ്തുകൊണ്ട് ഞാൻ ഗിരിവലം തുടരുകയാണ്. തെക്ക് പടിഞ്ഞാറേ മൂലയാണെന്നൊന്ന് മല കാണുന്നുണ്ടല്ലോ, ഉണ്ടോ? ആ ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് മലയുടെ ടോപ്പാണത് കേട്ടോ. ടോപ്പാണ് 360 ആംഗിൾ കാണിക്കുന്നു. ഇവിടെയൊക്കെ നടക്കാനായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്, വെയിൽ കൊള്ളാണ്ടിരിക്കാൻ. ഇവിടെ സ്വാമിമാരൊക്കെ റെസ്റ്റ് എടുക്കുന്നു. കുറേയധികം ശരിക്കും ഇവർക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു സൊസൈറ്റി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇവരുടെ പുനർജീവിതത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. എന്നിട്ട് ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ യഥാശക്തി കൊടുത്തിട്ട് അതെല്ലാവരുടെയും നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട്, അത് കുടുംബമായിട്ടുണ്ടെങ്കിൽ കുടുംബമായിട്ട് താമസിക്കാനായിട്ട് ഒരു റൂം നൽകിക്കൊണ്ട് ഉള്ള സൗകര്യം ചെയ്യേണ്ടതാണ്. കാര്യം ഇതെല്ലാം നമ്മുടെ ഒരു പൊതു ആവശ്യമാണ്. ഇവരിങ്ങനെ വന്ന് വഴിയോരങ്ങളിൽ വന്ന് ബാക്കിയുള്ളവരുടെ കാരുണ്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് കാർമ്മികമെന്ന് പറയാമെങ്കിൽ തന്നെയും കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു. നമ്മൾ ഇവർ ചില്ലറ കരുതി എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാളും
ഇങ്ങനെ ഒരു പൊതുവായിട്ട് ഇതുണ്ടാക്കിയാൽ സൗകര്യമായിരുന്നു. പക്ഷേ അതൊന്നും നല്ല കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അവരുടെ കാർമ്മികം കുറയുന്ന രീതിയിലുള്ള അനുഗ്രഹം വേണം. അതാണ് സത്യം. പല ഉത്തരവാദിത്തം ഇതിരിക്കുന്ന ഞാൻ എന്തിനു ചെയ്യണം, ഇത് ആവശ്യമില്ലാണ്ട് ഇത് എന്നുള്ള നമുക്ക് ചിന്തകൾ വരും. ഇതാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് പണിയും കിട്ടും. ബാങ്കിലൊക്കെ വന്നിട്ട് എനിക്ക് കിട്ടിയ പോലെ നിരുതലിംഗം 850 മീറ്ററാണ് പറയുന്നത് കേട്ടോ. ഇത് കണ്ടോ, 850 മീറ്ററായ നിരുതലിംഗം എന്ന് പറയുന്നുണ്ട്. നിരുതി എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേ മൂല. ഒരു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂല വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അത് ഗണപതി മൂലയെന്നും പറയും. അത് വളരെ ശുദ്ധമായിട്ട് വയ്ക്കണം. അതുപോലെ വടക്ക് കിഴക്കേ മൂല ഈശാന മൂല, അത് പരമേശ്വരൻ്റെ മൂലയാണ്. തെക്ക് പടിഞ്ഞാറേ മൂലയും വടക്ക് കിഴക്കേ മൂലയും എപ്പോഴും വീടുകളിൽ, പറമ്പിലാകട്ടെ വീടുകളിലാകട്ടെ ശുദ്ധമായിരിക്കണം എന്നാണ് എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണമ്രാന്തി തിരുമേനി പറയുന്നത്. ഇവിടെ ഇത് എഴുതുന്നുണ്ട് കേട്ടോ. ഡ്രിങ്കിങ് വാട്ടർ എത്ര ഇതാകുമ്പോൾ ടോയ്ലറ്റ്, റെസ്റ്റ് ഹൗസ്, മെഡിക്കൽ ക്യാമ്പ്, അന്നദാനം ഒക്കെ എഴുതുന്നുണ്ട്. ഇത് ദുർവാസാവിൻ്റെ ക്ഷേത്രമാണ് കേട്ടോ. ഇത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഇവിടെ ദുർവാസാവിൻ്റെ ക്ഷേത്രമാണിത്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഇത് കാണുന്നത്. ദുർവാസാവ് മഹർഷിയുടെ ക്ഷേത്രമാണിത്. തിരുക്കോട് ദുർവാസാവ് മഹർഷിയുടെ ആ രൂപമുണ്ട് കേട്ടോ. അതാരാണിത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നറിയില്ല. ഇവിടെ കുറേ കല്ലുകളൊക്കെ എടുത്ത് വെച്ചിട്ട് ആൾക്കാർ, ഒരു ചെറിയ പൂന്തോട്ടമൊക്കെ ഉണ്ട്. അവിടെ അകത്ത് വീഡിയോ എടുക്കാവോ എന്താണെന്നൊന്നും അറിയാത്ത കൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നില്ല. ദുർവാസാവ് മഹർഷിയുടെ ഇത് ദുർവാസാവ് എന്ന് പറഞ്ഞാൽ ദത്താത്രേയ മഹർഷിയുടെ സഹോദരനാണെന്നാണ് പറയുന്നത് കേട്ടോ. അത് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയുമോ എന്നറിയില്ല. ചോദിച്ചു നോക്കാം. ഇനി വേണ്ട, അദ്ദേഹം ഒരു പ്രോത്സാഹനകരമായിട്ടല്ല നോക്കുന്നത്. അതുകൊണ്ട് ദുർവാസാവ് എന്ന് പറഞ്ഞാൽ ആ ഒരു എനർജിയാണ്. ദുർവാസ മഹർഷിയുടെ ഇത് കൊടുത്തിട്ടുണ്ട്. ക്ഷിപ്ര കോപിയാണ് ദുർവാസാവ് മഹർഷി. ഇന്ദ്രന് എന്താണ് ഇത് കിട്ടിയത്, ശാപം കിട്ടിയതൊക്കെ അറിയാമല്ലോ. ഇത് വേണ്ട, പടിഞ്ഞാറേ മൂല പാർവതി ദേവി മുടിയഴിച്ചിട്ട പോലെ എന്ന് പറയാം. അത് താഴോട്ടത് ഒഴുകി വന്നിരിക്കുന്നു. അല്ലാത്ത വൈബ്. അപ്പോൾ 850 മീറ്റർ നിരുതിലിംഗം എന്നുള്ളത് ഞാൻ ആ 850 മീറ്റർ നടന്നിട്ട് നിർത്തുന്നു. അവിടെ വെച്ച് ഇതിപ്പോൾ 12-13 മിനിറ്റ് ആകുന്നു കേട്ടോ. 850 മീറ്റർ നടന്ന് നിരുതിലിംഗം എന്ന് പറഞ്ഞാൽ ഗണപതി സ്ഥാനമാണ്. അപ്പോൾ ഗണപതി ഭഗവാൻ, സിദ്ധിബുദ്ധി ദേവികളുടെ പതിയായ ഗണപതി, ഗണങ്ങളുടെ എല്ലാ ദേവതകളുടെയും ആരാധിക്കുമ്പോൾ ആദ്യം ആരാധിക്കുന്നത് ഗണേശനെയാണ്. അപ്പോൾ അവരിത് ഇവിടെ എന്തോ ഒരു രൂപമുണ്ട്. ഏതെങ്കിലും കുടുംബക്കാരുടെ ആയിരിക്കും. ആ ഗണപതി എല്ലാവരുടെയും ജീവിതത്തിൽ സിദ്ധി ബുദ്ധി കൊണ്ടുവരട്ടെ, സുഖകരമായിട്ട് കാര്യങ്ങൾ നടത്തട്ടെ. എന്ത് കാര്യവും ഗണപതിക്ക് തേങ്ങയടച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുക. ഇവിടത്തേക്ക് നന്ദിനെ വെച്ചിട്ടുണ്ട് ഗിരിവലപ്പാതയിൽ. അപ്പോൾ നല്ല രീതിയിൽ നടക്കട്ടെ. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ തുമ്പിക്കൈ കൊണ്ട് എല്ലാവരെയും കുടുംബസമേതം ചേർത്ത് പിടിച്ച് സുരക്ഷിതത്വം, ഐക്യമത്യ, സന്തോഷം അവരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാനായിട്ട് ഗണപതി ഭഗവാന്റെ തുമ്പിക്കൈ കൊണ്ടുള്ള അനുഗ്രഹം, ചേർത്ത് പിടിക്കൽ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ. നിരുതി ലിംഗത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഞാൻ അതൊക്കെ സങ്കല്പം ചെയ്യുന്നു. ഓരോരുത്തരും ശാരീരികമായിട്ട് സൗഖ്യപ്പെടാനായിട്ട് ആ തുമ്പിക്കൈ കൊണ്ട് ഗണപതി ഭഗവാൻ എല്ലാവരെയും സൂക്ഷ്മരൂപത്തിൽ വന്ന് തഴുകി അവരെ വളരെയധികം ഉത്സാഹവാന്മാരാക്കട്ടെ, ആരോഗ്യവാന്മാരാക്കട്ടെ. ആരോഗ്യപരമായിട്ട് ചെറുതായിട്ട് സഞ്ചാരിക്കാനായിട്ട് അല്പം കൂടി ശ്രമകരമായിട്ട് ആവശ്യമുള്ളവരെയെല്ലാം നല്ല സഞ്ചാരത്തിന് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കൈകാലുകൾ വീശി, കണ്ണുകൾ തുറന്ന്, ഇഷ്ടപ്പെട്ട ആഹാരം സ്വാദോടുകൂടി ചവച്ചരച്ച് ഭക്ഷിക്കാൻ, നല്ല രീതിയിൽ ചെവികൾ കേട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ, നല്ല രീതിയിൽ ശ്വസിക്കാൻ, പഞ്ചേന്ദ്രിയങ്ങളും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് ആ ഗണപതി ഭഗവാൻ
അരുണാചലേശ്വരൻ, പാർവതീ പരമേശ്വരൻ, ശിവകുടുംബം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പം ശിവകുടുംബം ഉള്ളയിടത്ത് ലക്ഷ്മി നാരായണനുണ്ടാകും, ബ്രഹ്മദേവനുണ്ടാകും. ഇത് ത്രിമൂർത്തികളെന്ന് പറയുകയാണെങ്കിൽ ഇത് 3 പേരും ഒന്ന് ചേർന്നതാണ്. അതിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. ഇതിപ്പോൾ 15 മിനിറ്റോളം ആകുന്നു. നിരുതി ലിംഗത്തിലെത്തുമ്പോൾ, അതിൻ്റെ നടയിലെത്തുമ്പോൾ ഞാനിത് ഈ വീഡിയോ നിർത്തും. അപ്പോൾ വീഡിയോ ചിലപ്പോൾ റൂമിൽ ചെന്നിട്ടായിരിക്കും. അവിടെ വൈഫൈ ഉണ്ട്. ഞങ്ങളൊരു ഹോം സ്റ്റേ ആണ് എടുത്തിരിക്കണം വിജയ മാളിൻ്റെ അടുത്ത്. ഇപ്പോൾ 3 ബെഡ്റൂം ഇതാണ്, AC ആണ്. 2 ദിവസത്തേക്ക് 7,000 മറ്റോ 6 പേർക്ക്. അങ്ങനെയാണ് സൗകര്യം. വാഹന സ്ട്രീറ്റ് പാർക്കിംഗ് ആണ്. കിച്ചൺ സൗകര്യമില്ല, വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജില്ല. ബാക്കി സൗകര്യങ്ങളുണ്ട്. വൈഫൈ ഉണ്ട്, AC ഉണ്ട് കേട്ടോ. നല്ല വൈബാണ്. താഴത്തെ നിലയിലാണ്, മുകൾ നിലയില്ല. അത് പറയുന്നു. കാര്യം ഹോം സ്റ്റേ ഇവിടെ കിട്ടാണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഒരു ഹോം സ്റ്റേ, അത് 1ാമത്തെ നിലയിലായിരുന്നു. അത് 2 ബെഡ്റൂമായിരുന്നു. അതിൽ 1-ൽ മാത്രമേ AC ഉണ്ടായിരുന്നു. അത് വലിയ തൃപ്തികരമായിട്ട് തോന്നില്ല. അവിടെ കിച്ചൺ ഉണ്ടായിരുന്നെങ്കിലും, ഗ്യാസ് ഉണ്ടായിരുന്നെങ്കിലും വലിയ തൃപ്തികരമായിട്ട് തോന്നിയില്ല. പക്ഷേ ഇത് അതിനേക്കാളും നല്ല ഇതിൽ തോന്നി. അവിടെ 2 ദിവസത്തേക്ക് 3,000 4,000 മറ്റോ ആയിരുന്നു. കറക്റ്റ് അറിയില്ല. കാര്യം എൻ്റെ ഇളയ മോനാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നതുകൊണ്ട് ഇത് നോക്കാറില്ല. ഇതും അവൻ തന്നെയാണ് ചെയ്തു തന്നത്. എൻ്റെ ഇളയ മോനാണ് ചെയ്തു തന്നത്. അപ്പം നമ്മുടെ മക്കൾ നല്ല വിദ്യാഭ്യാസം, അവർ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ അവർക്ക് നമ്മളെക്കാളും കാര്യപ്രാപ്തി ഉണ്ടാകും. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. നമ്മുടെ ഒരൊറ്റ തത്വവാദം പിള്ളേരോട് എടുക്കാണ്ടിരിക്കുക. അവർ നമ്മളെ കൈപിടിച്ച് നടത്തും കേട്ടോ. അവരുടെ സേവനം നമ്മൾ ഉപയോഗിക്കുക. ഇത് ജ്യോതി വിനായകർ എന്ന് പറയുന്ന ക്ഷേത്രമാണ്. അത് അന്ന് ഞാൻ കാണിച്ചിരുന്നു. ഇതാണ്. ഇത് മഹായോഗി കാട്ടുശിവസിദ്ധർ അന്നദാന സേവൈ മയ്യം. അത് അന്നദാനത്തിൻ്റെ ഈ സിദ്ധരുടെ കേട്ടോ. ഇത് നിരുതലിംഗത്തിലേക്ക് എത്തുന്ന വഴിയാണ്. ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. മഹായോഗി കാട്ടുശിവസിദ്ധ അന്നദാന സേവാമയ്യ. ഇത് ഗൂഗിൾ പേ വെച്ചിട്ടുണ്ട്. ഓക്കെ. അവരുടെ ഇതാണെന്ന് തോന്നുന്നത്. ഇത് ഓഫീസല്ല, അവരുടെ എന്തോ സ്റ്റാള് പോലെ. അപ്പോൾ നമ്മൾ തെക്ക് പടിഞ്ഞാറേ മൂലയിലേക്ക്, നിരുതി ലിംഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 17 മിനിറ്റ് ആകുന്നു. ക്ഷമിക്കുക. യമലിംഗത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ ആകുന്നു. ഇത് മാത്രം ഒരു മാനര് അവൻ്റെ അഭ്യാസങ്ങൾ കാണിക്കുന്നു. ക്ഷമിക്കുക. അത് ഞാൻ ഇത് തുടരുന്നു. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. എന്താണെന്നറിയില്ല. വിനായകരായിരിക്കും, അല്ല ശിവൻ്റെ ഇതാണ്, അമ്മയാണോ എന്താണെന്നറിയില്ല. ദേവിയുടെ ഇതാണെന്ന് തോന്നുന്നു. എന്താണെന്ന് എഴുതിയിട്ടില്ല. ലക്ഷ്മിനാരായണ എന്നെന്തോ ആണ് എന്നില്ല. വാനരൻ അദ്ദേഹം ഇരിക്കുന്നു. നിരുതലിംഗത്തിലേക്ക് 850 മീറ്റർ. കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു കേട്ടോ. 18 മിനിറ്റായി. ക്ഷമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.